ബൈഡനപ്പൂപ്പനും ഒടുവിൽ സുഹൃത്തിനെ മടുത്തു തുടങ്ങിയിരിക്കുന്നു. ബൈഡനപ്പൂപ്പൻ ഭംഗ്യം തരേണ പറഞ്ഞത് വാർ ക്രിമിനൽ നെതന്യാഹുവിൻ്റെ സർക്കാരിനെ പുനഃസംഘടിപ്പിക്കണം. സിവിലിയന്മാർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് തിരുത്താനാവാത്തതാണ്. ഒറ്റ രാത്രി കൊണ്ട് ലോകം മുഴുവൻ ചിലപ്പോൾ തിരിഞ്ഞെന്ന് വന്നേക്കും. അത് മറന്നു പോകരുത്. വാർ ക്രിമിനൽ നെതന്യാഹുവിനോട് ജനോസൈഡ് ബൈഡൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. രണ്ടുപേരും ഒരേ നുകത്തിൽ വെച്ച് കെട്ടാവുന്ന കാളകളായതുകൊണ്ട് അവർ തമ്മിലുള്ള സംഭാഷണത്തിന് ഒരു കൺവേബിലിറ്റിയുമുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജനോസൈഡ് ബൈഡൻ അപ്പൂപ്പൻ വാർ ക്രിമിനൽ നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണയും ക്ലീൻ ചിറ്റുമാണ് നൽകിയിരുന്നത്. ഈ ഫലസ്തീനിൽ വംശഹത്യ നടത്തുന്നതിനാവശ്യമായ എല്ലാ ആയുധങ്ങളും സംവിധാനങ്ങളും സാമ്പത്തികവും ഒക്കെ വാരിക്കോരി നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ബൈഡൻ അപ്പൂപ്പൻ അറുത്തും മുറിച്ചും തിരിച്ചുമൊക്കെ പറഞ്ഞ് മൃദുവായി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൂപ്പൻ നെതന്യാഹുവിനോട് പറയുന്നത് സർക്കാരിനെ വളരെ അടിയന്തരമായി ശക്തിപ്പെടുത്തണം, അതിനുവേണ്ടി മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇസ്രയേലിൽ ജനങ്ങളുടെ അവകാശങ്ങളും അത്തരം കാര്യങ്ങളും അറിയുന്ന ഒരു സർക്കാരുണ്ടാകണം. അല്ലാതെ ഈ സർക്കാരിനെ വല്ലാതെ പിന്തുണയ്ക്കാൻ ആവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിവേചനരഹിതമായ ബോംബാക്രമണത്തിൻ്റെ ഫലമായി ഇസ്രയേൽ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, അതിന് ദീർഘകാലമായ പരിഹാരം കാണാൻ വേണ്ടിയാകണം നെതന്യാഹു ശ്രമിക്കേണ്ടത്. ഇത്തരം പ്രവർത്തികൾ ലോകത്തിലെ ജൂത ജനതയുടെ നിലനിൽപ്പ് അപകടത്തിലാക്കും. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണെങ്കിലും അദ്ദേഹം കുറച്ചൊക്കെ മാറണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ ഗവൺമെൻറ്റാണ് നിലവിലെ സർക്കാർ. അതുകൊണ്ട് അവരിത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കുമെന്ന ആശങ്കയും നമ്മുടെ വാർ ക്രിമിനൽ നെതന്യാഹുവിനെക്കുറിച്ച് ജിനോസൈഡ് ബൈഡൻ അപ്പൂപ്പൻ പറഞ്ഞത് കേൾക്കാൻ ഒരു കൗതുകവും ഒരു രസവും ഒക്കെ ഉണ്ട്. കാരണം കൊന്നും തിന്നും നൽകിയുമൊക്കെ ഈ ഭീകരനോട് മടുത്തു തുടങ്ങിയിരിക്കുന്നു ജനോസൈഡ് ബൈഡൻ അപ്പൂപ്പനും. എന്നു മാത്രവുമല്ല, അറബി മുതലാളിമാരുടെ മുമ്പിലും ലോകത്തിൻ്റെ മുന്നിലും നാളെ വംശഹത്യാവീരനായി അടയാളപ്പെടുത്തുമെന്ന് കുഴിയിലേക്ക് കാലുനീട്ടിയിരിക്കുന്ന ജോ ബൈഡൻ അപ്പൂപ്പന് ഒരു ചെറിയ ഖിന്നതയുമുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും മാർഗത്തിൽ മുഖം മിനിക്കാനും വെള്ള പൂശാനുമാണ് ജോ ബൈഡൻ അപ്പൂപ്പൻ്റെ ശ്രമമെന്ന് പറയുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം വാർ ക്രിമിനൽ നെതന്യാഹുവിന് ഒരു ഉപദേശവും നൽകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒപ്പമുണ്ടെന്ന് വിചാരിച്ച് ഒറ്റ രാത്രി കൊണ്ട് ലോകം വല്ലാതെ മാറി മറിഞ്ഞു കളയും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കണമെന്നാണ് ജോ ബൈഡൻ അപ്പൂപ്പൻ്റെ കരുതൽ. ഇന്ന് ഓസ്ട്രേലിയയും കാനഡയും ന്യൂസിലൻഡിലെയും ഒക്കെ പ്രധാനമന്ത്രിമാർ അവരും സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നു. തുടർച്ചയായ സിവിലിയൻ കൊലപാതകങ്ങളും അത്തരം കാര്യങ്ങളും കണ്ടു നിൽക്കാനാവില്ല. വെടിനിർത്തൽ അടിയന്തരമായി വേണം, സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ആ മുതലാളിമാർ പറഞ്ഞിരിക്കുന്നത്. അറബ് മുതലാളിമാരാകട്ടെ ഇടയ്ക്കിടയ്ക്ക് മൂളുന്നും ഞെരുങ്ങുന്നുമൊക്കെ ഉണ്ട്. അവർ ജീവിച്ചിരിക്കുന്നു എന്ന് ലോകം അറിയുന്നത് തന്നെ ഒരാശ്വാസമാണ്.